ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് നമ്മുടെ നിലമടിച്ച് തുടയ്ക്കുന്ന റോബോട്ടിനെ പറ്റിയുള്ള ഒരു റിവ്യൂ ആണ്. റിവ്യൂ അല്ല, പക്ഷേ നമ്മുടെ വീടുകളിൽ ഇത് ഉപയോഗിക്കുമ്പം ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ്സുമാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്നും ഡ്രീം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡ്രീം D10s പ്ലസ് എന്ന് പറഞ്ഞൊരു റോബോട്ട് 25,000 രൂപ കൊടുത്ത് ഞാൻ വാങ്ങുകയുണ്ടായി. ഓർക്കുക, ഈ ഒരു വീഡിയോ ഡ്രീം എന്ന് പറഞ്ഞ കമ്പനി അല്ലെങ്കിൽ ആമസോണും ഒന്നും സ്പോൺസർ ചെയ്തിരിക്കുന്നതോ പെയ്ഡ് പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരു വീഡിയോയോ ഒന്നുമല്ല. നിങ്ങൾക്ക് എല്ലാ വട്ടത്തെയും പോലെ തന്നെ എൻ്റെ ഭാഗത്തു നിന്നും ഒരു ഹോണസ്റ്റ് റിവ്യൂവും ഈ ഒരു ഡിവൈസിൻ്റെ കാര്യത്തിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ഡിവൈസ് ഡ്രീമിൻ്റെ D10s പ്ലസിൻ്റെ 25,000 രൂപ കൊടുത്ത് ഞാൻ ഈ ഒരു വാങ്ങിയ പ്രോഡക്റ്റിന് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ നോക്കുമ്പം കറൻ്റ്ലി അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ടാകാം, അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നതുകൊണ്ടുമാകാം. എന്തു വന്നാലും ഇപ്പോൾ കറൻ്റ്ലി അൺഅവൈലബിൾ എന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റിന് 25,000 രൂപ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിന് ഓട്ടോ എം ടി സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സാധാരണ നിങ്ങൾ ഒരു റോബോട്ടിന് നോക്കിക്കഴിഞ്ഞാൽ അതിന് ചാർജിങ് സ്റ്റേഷൻ മാത്രമാണ് ഉള്ളത്. എന്നാൽ ഇതിന് ചാർജിങ് പ്ലസ് ഓട്ടോ എം ടി സ്റ്റേഷനാണ് ഉള്ളത്. അതായത് ചാർജ് ചെയ്യാനായിട്ടും ഈ ഒരു റോബോട്ടിലെ വേസ്റ്റ് ഇറക്കി വയ്ക്കാനുമായിട്ട് നമുക്ക് ഒരു സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കാം, നിങ്ങൾ ഇതുപോലത്തെ ഒരു ഓട്ടോ എം ടി സ്റ്റേഷൻ ഉള്ളതും കൂടെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ വീടുകളിലേക്കാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീട് കേരളത്തിലാണ്. ഞാൻ കേരളത്തിലെ ഒരു വീട്ടിൽ നിന്നും, അതായത് എൻ്റെ വീട്ടിൽ നിന്നും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു ഓട്ടോ എം ടി സ്റ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 65 ദിവസം വരെ, അതായത് ഈ ഒരു വേസ്റ്റ് ഇറക്കി 65 ദിവസം വരെയുള്ള വേസ്റ്റ് ഇതിനകത്ത് കളക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതൊരു 4 ലിറ്ററിൻ്റെ ഡസ്റ്റ് ബാഗാണ് നമ്മൾക്ക് ഈ ഒരു ഓട്ടോ എം ടി സ്റ്റേഷനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ വീടുകളുടെ കാര്യത്തിൽ, എസ്പെഷ്യലി എൻ്റെ വീട്ടിൽ ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് മെയിൻ ക്ലീൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതായത് ഈ ഒരു റോബോട്ടിൽ നിന്നും വേസ്റ്റ് എടുത്ത് കളയുന്നത് ഞാൻ തന്നെയാണ്. ഇതിനകത്തോട്ട്, അതായത് ഈ ഒരു റോബോട്ടിൽ നിന്നും ഈ ഒരു ഓട്ടോ എം ടി സ്റ്റേഷനിലേക്ക് വാക്കം വഴി വലിച്ചാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ ഒരു ചെറിയ ചെറിയ കുഞ്ഞു പൊടികൾ മാത്രമേ ഈ ഒരു സാധനം ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇതിന് പറ്റുന്നുള്ളൂ. പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് കളക്ട് ആവുന്നത്, അതായത് ഇപ്പോൾ ബെഡിൻ്റെ അടിയിലൊക്കെ കയറിയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ചുക്കിലിയും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പം അവിടുത്തെ ഈ ഒരു ചുക്കിലിയും കാര്യങ്ങളും എല്ലാം ഏറ്റവും അവസാനം ഇതിനകത്ത്, അതായത് ഈ ഒരു റോബോട്ടിനകത്ത് കളക്ട് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ആ ഒരു സാധനം നമ്മൾ തന്നെ എടുത്ത് കളയേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ഓട്ടോ എം ടി സ്റ്റേഷൻ വാങ്ങിച്ചതിന് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്നർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ ഓട്ടോ എം ടി സ്റ്റേഷൻ നോക്കുന്നുണ്ടെങ്കിൽ അത് നോക്കണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത്. ഈ ഒരു ഓട്ടോ എം ടി സ്റ്റേഷന് വേണ്ടിയിട്ട് ഒരു 7,000 രൂപയോ 5,000 രൂപയോ കൂടുതൽ മുടക്കുന്നതിൽ ഒരു കാര്യവുമില്ല. പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം അത് കളക്ട് ചെയ്ത് വെച്ചേക്കുമെന്നും, പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. അതാണ് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 25,000 പ്രൈസ് റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ ഈ ഒരു ഏറ്റവും ആത്മീയ വീഡിയോ ഉണ്ടാക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിലും നമുക്ക് സക്ഷൻ പവറും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 5,000 PAയുടെ സക്ഷൻ പവർ തന്നെയായിരുന്നു ഉള്ളതിൽ കൂടുതൽ എന്നും എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 20,000 രൂപയുടെ പല പ്രോഡക്റ്റുകളിലും 5,000 PAയുടെ കൂടുതൽ 6,000 7,800 PO സംതിങ് സക്ഷൻ പവർ അതിന് വരുന്നുണ്ട്. സോ അത് അതിനോട് തന്നെ 2 in 1 ആണ്. അതായത് മോപ്പിങ്ങും അതേപോലെ തന്നെ ഈ ഒരു പൊടി കളക്ട് ചെയ്യുന്ന സംഭവം അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് 20,000 രൂപയിൽ ഇത്രയും കാര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓർക്കാം, അതിനകത്ത് എനിക്ക് തോന്നുന്നു പ്രൈസ് 20,000 ആകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം കൂടുതൽ ആൾക്കാർ അത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിനെയും കാരണം എന്ന് പറയുന്നത് ഈ ഒരു
ഓട്ടോ എം ഡി സ്റ്റേഷൻ ഇല്ല എന്നത് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സാധനം കമ്പയർ ചെയ്യുകയാണ്, അതിൻ്റെ പേര് എക്കോവാക്സ് ഡിബോട്ട് Y1 Pro ആണ്. അതിന് 20,000 രൂപയാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോഡക്റ്റിന് ഒരു ഓട്ടോ എം ഡി സ്റ്റേഷൻ ഇല്ല, പക്ഷേ 2-in-1 മോപ്പിംഗ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് അതിനകത്ത് 6500 PA പവർഫുൾ സെക്ഷനും വരുന്നുണ്ട്. ഇതിനോർക്ക, ഇതിന് 5000 PA സെക്ഷൻ പവറും 25,000 രൂപയുമാണ് ഞാൻ അടച്ചത്. പക്ഷെ അതിന് 6500 PA സെക്ഷൻ പവറും 20,000 രൂപയാണ് കൊടുക്കേണ്ടത്. അവിടെയാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലീൻ ചെയ്യുമ്പോഴാണ്. നമ്മുടെ ഇന്ത്യൻ വീടുകളിൽ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് ചവിട്ടികൾ, അതായത് മാറ്റ്. നമ്മുടെ നിലത്ത് മാറ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു മാറ്റിലൊക്കെ കയറിയിട്ട് ഇതിൻ്റെ വീൽസ് സ്റ്റക്ക് ആവുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഡിവൈസ് റൺ ചെയ്ത് കഴിയുമ്പം, ഇപ്പം ക്ലീൻ ചെയ്യാൻ നേരമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ഇതിൻ്റെ ഒച്ചയൊന്നും കേൾക്കത്തില്ല. അപ്പോൾ അത് ചെന്ന് നോക്കുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് സ്റ്റക്കായിട്ടിരിക്കുവാണെന്ന്. ഇങ്ങനെ സ്റ്റക്കായിട്ടിരുന്ന് കഴിയുമ്പോഴും ഇതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. അതായത് ഈ ഒരു പ്രോഡക്റ്റ് സ്റ്റക്കായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് പോയി റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന ചിലപ്പം തുണിയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മാറ്റ് റിമൂവ് ചെയ്യണം, എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു സമയം പോലും അതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആവുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ദിവസം ഈ ഒരു സാധനത്തിന് ക്ലീനിങ്ങിന് വിട്ടു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒച്ചയൊന്നും കേൾക്കുന്നില്ല. ഞാൻ ആ ഒരു ഒബ്ജക്റ്റ്, സ്റ്റക്കായിട്ടിരുന്ന ഒബ്ജക്റ്റ് റിമൂവ് ചെയ്തു. വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പുറത്തേക്ക് പോയി, വീടിൻ്റെ പുറത്തേക്ക് ഞാൻ പോയി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനും വീണ്ടും സ്റ്റക്കാന്ന് എനിക്ക് മനസ്സിലായി, ഒച്ചയൊന്നും കേട്ടില്ല. വീണ്ടും ഞാൻ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്കായിട്ടിരുന്ന ആ ഒരു തുണി ഞാൻ പോയി മാറ്റി കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ചാർജ് തീർന്നു എന്ന് പറഞ്ഞു വന്നു. അതായത് ഈ ഒരു 4.5 മണിക്കൂർ റൺ ടൈമിനുള്ളിൽ സ്റ്റക്കായിട്ടിരുന്നാൽ പോലും അതിൻ്റെ ക്ലീനിങ് നടക്കുന്നില്ലേ പോലും അതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. ഇതാണ് എനിക്ക് ഇതിൻ്റെ മെയിൻ ഇഷ്യൂസ് തോന്നിയത്. ഇനി ഇതിനകത്തെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ വീടുകളിൽ തലമുടിയൊക്കെ ഉറപ്പായിട്ടും നിലത്തോടെ കാണും. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് വരുന്ന ഈ ഒരു റോളിംഗ് ബ്രഷ്, അതായത് ഇന്നത്തെ മെയിൻ ബ്രഷാണ്, ഈ ഒരു റോളിംഗ് ബ്രഷിൽ ഈ ഒരു തലമുടിയൊക്കെ കിടന്ന് സ്റ്റക്കാവും. അതുമാത്രമല്ല, ഇതിൻ്റെ ക്വാളിറ്റിയുടെ ഇഷ്യൂ ആണോ എന്ന് അറിയത്തില്ല, ഈ ഒരു തലമുടി സ്റ്റക്കായിട്ടാണോ എന്ന് അറിയത്തില്ല, ഈ ഒരു റോളിംഗ് ബ്രഷിൻ്റെ ആ ഒരു സാധനം ഇങ്ങനെ പൊട്ടിപ്പൊട്ടിയൊക്കെ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ എനിക്ക് ഇതിൽ ഫേസ് ചെയ്തു. ഞാൻ ഞാൻ വെറും 2 ആഴ്ച ആയിട്ടുള്ളൂ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ എനിക്ക് ഇത്രയും ഇഷ്യൂസ് ഫേസ് ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് എനിക്കിതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ തോന്നിയത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ കാര്യങ്ങൾ നല്ലത് വരുന്നത്, മൾട്ടി ഫ്ലോർ മാപ്പിംഗ് നമുക്ക് വരുന്നുണ്ട്. നോ ഗോ സോണും ഗോ സോണും എല്ലാം നമ്മൾക്ക് വിർച്വലി മാർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ സോൺ ക്ലീനിങ് പറ്റും. അതായത് നമ്മളിപ്പം അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ എന്തെങ്കിലും താഴെ വീണം അവിടെ മൊത്തം പൊടിയായെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് നമ്മുടെ അടുക്കള വേണമെങ്കിൽ റൂമായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റീജിയൻ മാത്രം നമുക്ക് സോൺ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഗം പോയിട്ട് ഈ ഒരു റോബോട്ട് ക്ലീൻ ചെയ്യും കാര്യങ്ങളാണ് എനിക്ക് ഇതിൻ്റെ വേറെ കുറച്ച് നെഗറ്റീവ് തോന്നിയത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ, ഇതിൻ്റെ പോസിറ്റീവും കാര്യങ്ങളും എല്ലാം പറയുന്ന റിവ്യൂ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുവാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. See you in the next video. It's me, Alphin, signing out. Goodbye.